ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഓസ്ട്രേലിയയിലെ മെൽബണിലെ താമസമുള്ള ധ്യാനം കർത്താവ് നേരിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കർത്താവിന്റെ വലിയ അനുഗ്രഹമാണ്. 2ാമത്തെ ദിവസത്തിലാണ് ധ്യാനം. പിന്നെ നമ്മുടെ ഇവിടെയുള്ള AFCM ശുശ്രൂഷകരുടെ നേതൃത്വത്തിൽ ധ്യാനം കർത്താവ് പിന്നെ ബെനോൾഡ് ബ്രദർ നമ്മൾ ഓർക്കുന്നില്ല, ചെയ്യാനൊക്കെ UK നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ UK നിന്ന് വേറെ ശുശ്രൂഷകർ വലിയൊരു ഒരു മിനിസ്ട്രിയാണ് കേട്ടോ. മുതിർന്നവർക്കുള്ള ധ്യാനം അത് ഫുൾ ടൈം പാക്ഡ്. പിന്നെ യുവജനങ്ങൾക്ക് വേറെ സെപ്പറേറ്റ്, ടീൻസ് വേറെ സെപ്പറേറ്റ്. ഈ കാലഘട്ടത്തിൽ പുറത്തൊക്കെ ഇങ്ങനെ താമസമുള്ള ധ്യാനം നടത്താന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. നമ്മൾ കേരളത്തിലെ പോലത്തെ ഒരു സ്ഥിതിയല്ല. പക്ഷെ എന്നാലും കർത്താവ് വലിയ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്ട് പറയുന്ന സഹോദരൻ, ഞാൻ ഇന്നലെ ഈ ആരാധന കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ആരാധനയല്ല, ചില കുട്ടികളെ, ചെറിയ പിള്ളേര് ആ അച്ഛനെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ ആരാധന 10:10 പോകുന്ന സമയത്ത് പിള്ളേർ അപ്പനെ അമ്മയെ അച്ഛനെ കണ്ടിട്ട് പോകണം. എന്തൊരു സ്നേഹം. കുഞ്ഞുങ്ങളെ ലവ് യു കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് ഭയങ്കര ഒരു കർത്താവിന് വലിയൊരു കൃപയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞറിയും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ്. അതായത് കഴിഞ്ഞ ദിവസം സാക്ഷി വായിച്ച് ഓർക്കുന്നില്ല, ഒരു അലർജി ചുമ, അതിന് വേണ്ടിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ടല്ലോ ഒരു ചേച്ചി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അങ്ങനത്തെ പീഡനം വിട്ടുപോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈ മറവിയാണ് പ്രശ്നം എന്നതിനെ കുറിച്ചാണ്. ജെറമിയ പ്രവചനത്തിന്റെ 2ാമത്തെ അധ്യായത്തിന്റെ 32-ാം തിരുവചനം. ജെറമിയ ചാപ്റ്റർ 2:32. പക്ഷെ പഠിപ്പിക്കുകയാണ്, കർത്താവ് പഠിപ്പിക്കുകയാണ്. യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു സങ്കടം രേഖപ്പെടുത്താം എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാം. അതിപ്പോൾ യുവതികളോടും മണവാട്ടിമാരോടൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തുള്ളൂ, നമുക്കറിയാം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവം കാണുമായിരിക്കും ചിലപ്പോൾ. ആ ശരിയാ, ആദ്യകാലം ചെറുപ്പത്തിൽ ഞാൻ ഓർക്കണം, ആദ്യമായിട്ടൊരു സ്വർണ്ണമാലയൊക്കെ പണ്ടിട്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പോൾ അപ്പോൾ യുവതികൾക്ക് കുറച്ച് കൂടുതലുണ്ട്, അറിയത്തില്ല, എനിക്കറിയില്ല. അപ്പോൾ യുവതി തന്റെ ആഭരണങ്ങളോ മണവാട്ടി തന്റെ വിവാഹ വസ്ത്രം മറക്കാറുണ്ടോ? പക്ഷെ ഒരു ഉപമയോ ഒരു ഉദാഹരണം എന്ന് പറയാം. എണ്ണമറ്റ ദിനങ്ങളായി, എന്നാൽ എണ്ണമറ്റ ദിനങ്ങളെ എന്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. മറവ് ചില സമയത്ത് നല്ലതാ അല്ലേ? ചില സമയത്ത് മറവി നല്ലതാണ്. പഴയ കുറെ കാര്യമൊക്കെ മറന്നുപോയി എന്നുള്ളത് ഒരു സമയത്ത്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ചില പക്ഷേ കൊന്തയെല്ലാം ഓർത്തില്ല, വചനം വായിക്കുന്നവരെ മറന്നുപോയി. ഒരുപാട് വ്യഗ്രത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യഗ്രതയുടെ പിന്നാലെ ഓടി ദൈവത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത ദിവസങ്ങൾ ചിലപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അതാണ് ഈ വിശുദ്ധ അമ്മ തെരേസ, യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്നത്, ദൈവൈക്യം, ദൈവ സാന്നിധ്യ സ്മരണ. എന്ത് പ്രവൃത്തി ചെല്ലുമ്പോഴും ആ ദൈവ സാന്നിധ്യ സ്മരണയിൽ ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ ശരണപ്പെട്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ സഹായിക്കണേ. അപ്പോൾ എപ്പോഴും ആ ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ നിൽക്കണം. പാപം ഒരുപാട് കുറയും, ഒരുപാട് കൃപ കിട്ടും. പക്ഷെ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നത് പറയാം. ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ പോലും ഇല്ലാതെ ജീവിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ആ വചനം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ ആത്മശോധന ചെയ്യാം കേട്ടോ. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മളെപ്പോഴും ഓർമ്മയിലിരിക്കുന്നത്. ഏറ്റവും സ്നേഹമുള്ളതിനെ കുറിച്ചാണ് കൂടുതൽ ഓർമ്മയിൽ വരുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിന് അത്രയും പ്രാധാന്യം, ദൈവത്തോടെ സ്നേഹം കുറവോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അതിൻ്റെ എല്ലാം പുറകെ വരുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൂടെയുണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വലിയ കൂട്ടായ്മയിൽ കർത്താവേ, ഇപ്പോൾ ഈ ഓസ്ട്രേലിയ കർത്താവ് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ, ഈ ടോക്ക് കേൾക്കുന്ന ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവം അത്ഭുതകരമായ ദൈവ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിൽ കർത്താവ് കൊണ്ടു നടക്കാനുള്ള ഒരു പ്രത്യേക കൃപ നിറയട്ടെ കർത്താവ്. എൻ്റെ ദൈവം, ഒരു ദിവസത്തിൽ പോലും അങ്ങയെക്കുറിച്ച് ഒരു സെക്കൻഡ് പോലും മറന്നിരിക്കാൻ അനുവദിക്കരുത്. അങ്ങയിൽ ആശ്രയിച്ച് ശരണപ്പെടുവാൻ കൃപ നൽകണമേ. ഈ ഒരു ആശ്രമ സമാജത്തിൽ കൃപ പ്രത്യേകമായിട്ട് ആശീർവദിക്കട്ടെ. ഒപ്പം തന്നെ കർത്താവ്, നാളുകളായിട്ട് അലർജി പോലത്തെ ചുമകൾ വന്നിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതിരിക്കുന്ന അനേകം പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടല്ലോ.
അവരെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ അർപ്പിച്ച് വിശുദ്ധ കുർബാനകൾ അവിടെ നിന്ന് ഓർക്കണം. കർത്താവ് ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ സ്തുതിപ്പ പരിശുദ്ധ അമ്മ തൊട്ടു മുമ്പുള്ള ആ പ്രാർത്ഥന അതെല്ലാം അവിടെ നിന്ന് ഓർക്കണം. കർത്താവ് പിതാവായ ദൈവമേ പുത്രനെ യേശുമിശിഹായുടെ കുരിശുമരണവും ഉത്ഥാനവും അവിടെ നിന്ന് ഓർക്കണം. ഇപ്പോൾ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് രോഗികളെ സുഖപ്പെടുത്താൻ അങ്ങ് നൽകിക്കുന്ന കൃപ ഉപയോഗിച്ച് ഈശോയിൽ മാത്രം ശരണപ്പെട്ട് എന്റെ കഴിവല്ല ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇപ്പോൾ നാളുകളായിട്ടുള്ള അലർജി രോഗത്താൽ, പ്രത്യേകിച്ച് ചുമ പോലുള്ള അലർജി രോഗത്താൽ, ചുമ തുമ്മൽ അങ്ങനത്തെയുള്ള കാലാവസ്ഥ വ്യതിയാനം അങ്ങനത്തെയുള്ള മേഖലകളിൽ ക്ലേശം അനുഭവിക്കുന്ന ശരീരത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്ന അലർജി രോഗത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി, ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.